ചലച്ചിത്ര താരം കൃഷ്ണകുമാർ ജി KKG എന്നാണ് BJP അദ്ദേഹത്തെ ചുരുക്കി വിളിക്കുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തിരുന്നു. കൊല്ലത്ത് പ്രേമചന്ദ്രനെതിരെയും മുകേഷിനെതിരെയും മത്സരിപ്പിച്ചു. രണ്ടിലും പരാജയപ്പെട്ടു. ഒരു വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് 5 or 6 യൂട്യൂബ് ചാനലുള്ള ഒരു മനുഷ്യൻ കൂടിയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ടൊക്കെ നേരിട്ടും അല്ലാതെയൊക്കെ ബന്ധങ്ങളുമുണ്ട്. അത്തരം ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത്തവണ കൃഷ്ണകുമാറിനെ ഒരു പക്ഷേ അത്ര അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഉണ്ടെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് പോലും പരിഗണിക്കപ്പെടും, എന്നിട്ടും കൃഷ്ണകുമാറിനെ ഒതുക്കിക്കളഞ്ഞ എന്തുകൊണ്ടാണ്? അല്ല, 2021 നിയമസഭാ മത്സരത്തില് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നാണ് കൃഷ്ണകുമാർ മത്സരിക്കുന്നത്. അന്ന് ശിവകുമാർ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആന്റണി രാജു മികച്ച പ്രകടനം കാഴ്ചവെച്ചു, നല്ല രീതിയിൽ വോട്ട് സമാഹരിക്കുകയും ചെയ്തു. പക്ഷേ ഇത്തവണ അദ്ദേഹം വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ മുന്നേ തന്നെ ഏതാണ്ട് ഒരു 3 വർഷത്തിന് മുകളിലായിട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. അവിടെ തന്നെ പ്രത്യേകമായ ഓഫീസും ഒക്കെ തുറന്ന് സുരേഷ് ഗോപി ഏത് തരത്തിലാണ് തൃശ്ശൂരിൽ ആ 2024 തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള 5 വർഷം പ്രവർത്തിച്ചത്, അതുപോലെ എല്ലായിടങ്ങളിലും എത്തുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നെ BJPക്കും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ചിലരെയൊക്കെ ഒതുക്കുക എന്നുള്ള രീതി ഉണ്ടെന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പം ഇത് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു മണ്ഡലവും കൊടുത്തില്ലല്ലോ. ഒന്നുകിൽ വട്ടിയൂർക്കാവ്, ഏറെ സാധ്യത ഉണ്ടായിരുന്നത് വട്ടിയൂർക്കാവ്, അല്ലെന്നുണ്ടെങ്കിൽ 21 മത്സരിച്ച തിരുവനന്തപുരം സെൻട്രൽ തന്നെ. രണ്ടായാലും ഇദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട്. വട്ടിയൂർക്കാവിലൊക്കെ ഈ നായർ വോട്ടുകളൊക്കെ കൃത്യമായിട്ട് പിടിക്കാൻ കൃഷ്ണകുമാറിന് സാധിക്കും. പിന്നെ വട്ടിയൂർക്കാവ് മണ്ഡലം എന്ന് പറയുന്നത് തന്നെ ഒരു എലൈറ്റ് ക്ലാസ്സാണ്. പിന്നെ സ്ത്രീജനങ്ങളുടെ വോട്ട് മുഴുവൻ അദ്ദേഹത്തിന് പിടിക്കാൻ പറ്റും. കാരണം ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള അപ്പുറം സീരിയൽ സിനിമാ രംഗത്ത് അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയുമാണ്. സീരിയൽ ആദ്യകാലങ്ങളിലൊക്കെ കൃഷ്ണകുമാർ ഇല്ലാതെ സീരിയലുകൾ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പാവങ്ങളുടെ മമ്മൂട്ടി. അതെ അതെ അതെ, കുടുംബ സദസ്സുകളിൽ അങ്ങനെ നിറഞ്ഞു നിന്ന ആളാണ്. കൃഷ്ണകുമാറിന് ഇപ്പം ഇത് പിന്നെ കിട്ടാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല, നമ്മൾ ഈ വിഷമം വരുമ്പോഴേ പോയി ആരാധനാലയങ്ങളിൽ പോകുന്നവരുണ്ട് അല്ലേ, എല്ലാം അവിടെ കൊണ്ടുപോയി അങ്ങ് സമർപ്പിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിശബ്ദതയോടുകൂടി അങ്ങ് മാറി നിൽക്കും. കൃഷ്ണകുമാർജി എന്ത് ചെയ്തെന്നറിയാമോ? നേരെ ഇവിടുന്ന് അദ്ദേഹത്തിന്റെ 4 പെൺമക്കളും 4 പേർക്കും പിന്നെ പറഞ്ഞതുപോലെ പ്രേം പറഞ്ഞതുപോലെ മൊത്തം 6 ചാനലുണ്ട്. വലിയൊരു ചാനൽ മുതലാളിയായിട്ട് കൃഷ്ണകുമാറിന് ഇരുന്നാൽ മതി കേട്ടോ. കൃഷ്ണകുമാർ അപ്പൊ ഒരു പേരക്കുട്ടിയുണ്ട്. എല്ലാവരുമായിട്ട് നേരെ അങ്ങ് ഇനിയിപ്പോ 7 ചാനലാവും. അതെ അതെ, ഈ 7 ഇവരെല്ലാരും കൂടി നേരെ അങ്ങ് പ്രധാനമന്ത്രിയുടെ അടുക്കലേക്ക്. പ്രധാനമന്ത്രിയുടെ അടുക്കൽ ഒരു പിന്നെ സന്ദർശന അനുമതി കിട്ടാനൊന്നും കൃഷ്ണകുമാർജിക്ക് വലിയ പ്രയാസമൊന്നുമില്ല. ചെന്നു 7 പേരുമായിട്ട് അത് പിന്നെ കുറേ നേരം മോദിയുടെ കൃഷ്ണകുമാർ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമയം നമുക്ക് എഴുന്നേൽക്കാൻ തോന്നും കാര്യമാണ്. അദ്ദേഹത്തിന്റെ ചെറുമകനുമായിട്ടുള്ള പടം മോദിജി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അത് വളരെ ആ കുട്ടിയുടെ പേര് ഓമി എന്നാണ്. അപ്പൊ അതുപോലെ ഒന്ന് വൈറലായി. കൃഷ്ണകുമാർജി പറയുന്നത്, ഞാനെല്ലാം അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി അങ്ങ് സമർപ്പിച്ചു. അവിടെ പോയി കാര്യങ്ങളെല്ലാം കരഞ്ഞു പറഞ്ഞു എന്നല്ല, നമ്മള് ദേവാലയങ്ങളിൽ പോയി അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് ഭഗവാൻ മനസ്സിലാക്കുന്നത് പോലെ ഈ വലിയ മനുഷ്യനെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു രാജ്യസഭാ സീറ്റ് ആയിരിക്കും മനസ്സിൽ ഇനി ഉള്ളത്. ആയിരിക്കാം അല്ലേ? അത് കൊടുത്താലും തെറ്റില്ലല്ലോ. അതെ, എത്രയോ പിന്നെ അനർഹർ ഇവിടെ കയറി പോകുന്നു. ഡബിൾ എയർ റഹീമിന് രാജ്യസഭയിൽ പോയിരിക്കാവുന്നുണ്ടെങ്കിൽ ഓഡിറ്റൊക്കെ നടത്തും, ഇടയ്ക്ക് ഓഡിറ്റൊക്കെ നടത്താറുണ്ട്. അതെ അതെ. അപ്പം പക്ഷെ ഈ BJPക്ക് പല കഴിവുകേടുകളും പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ഒന്ന്, ഇവര് തൃപ്പൂണിത്തറയിൽ കൊണ്ടുപോയി ആരെയാണ് നിർത്തിയിരിക്കുന്നത്? തൃപ്പൂണിത്തറ ഇവർക്ക് 2020 സ്ഥാനാർത്ഥിയല്ലേ? അതെ. ഇവർക്കെന്താ BJPയുടെ ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തിയാല്? തൃപ്പൂണിത്തറ ഇവര് വളരെ പരിശ്രമിച്ചിട്ടാണ് അവിടെ മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തത്.
അപ്പോൾ അവര് ക്ഷേത്ര നഗരി എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ നിർത്തേണ്ടത് ആരാണ്? BJPയുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ തന്നെ അവിടെ നിർത്തണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്ഷേത്ര നഗരിയാണ് കൊടുങ്ങല്ലൂര്. കൊടുങ്ങല്ലൂരിൽ നിർത്തിയിരിക്കുന്നത് വളരെ അപ്രസക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. പറഞ്ഞപ്പോ തെറ്റിപ്പോയി. അഞ്ജലി നായരാണ് ഇവിടെ തൃപ്പൂണിത്തുറയിൽ. അതും 2020. ഞാൻ സ്ഥാനാർത്ഥികളെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും പേര് നമുക്ക് അങ്ങോട്ട് കൃത്യമായിട്ട് അല്ലെ, ഒരുപാട് സെലിബ്രിറ്റികൾ 2020 ഉള്ളതുകൊണ്ട് നമ്മൾ മാറിപ്പോകുന്നുണ്ട്. എന്തായാലും 2020 തന്നെയാണ്. അതെ. അപ്പൊ ഈ 2020 എന്ത് ആകെ എറണാകുളത്ത് 4 പഞ്ചായത്തില് കിടന്ന് കളിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്കാണോ ഈ പ്രധാനപ്പെട്ട ഇടം എടുത്തു കൊടുക്കുന്നത്? തൃപ്പൂണിത്തുറ കൊടുത്തു, കൊടുങ്ങല്ലൂർ കൊടുത്തു. ഇതാണോ ചെയ്യേണ്ടത്? റാന്നി 2020 കൊടുത്തിരിക്കുക. റാന്നി എന്ന് പറയുന്ന എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ശബരിമല നിൽക്കുന്നത് എവിടെയാണ്? അല്ല, അതിന്റെ പിന്നിൽ ഒരു വലിയൊരു തന്ത്രമുണ്ട്. ഈ താമരയോട് വലിയ ഇഷ്ടമില്ലാത്തവർക്ക് ചക്കയ്ക്കോട് വലിയ താല്പര്യം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും. എനിക്ക് ഈ റാന്നി മണ്ഡലം എനിക്ക് കൃത്യമായിട്ട് അറിയാം. റാന്നി മണ്ഡലത്തിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. റാന്നി നിയമസഭാ മണ്ഡലത്തിലുള്ള ക്രൈസ്തവരായാലും ഇസ്ലാം ആയാലും ഇവരൊക്കെ തീർത്ഥാടന കാലത്ത് ശബരിമലയിൽ പോകുന്നവരാണ്. അവിടെയുള്ള ക്രിസ്ത്യാനികളൊക്കെ കെട്ടുനിറച്ചു പോകും. ശബരിമലയിൽ കച്ചവടം ചെയ്യുന്ന നല്ല പങ്ക് ഈ റാന്നി നിയോജക മണ്ഡലത്തിലുള്ള മുസ്ലിം വിഭാഗത്തിലുള്ളവരുണ്ട്. അവർ ശബരിമല കൊണ്ട് ജീവിക്കുന്നവരാണ്. ശബരിമലയിൽ തന്നെ ആകണമെന്നില്ല, ശബരിമലയുടെ വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മറ്റ് ഭക്തരെ വളരെ ആദരവോടുകൂടിയാണ് തിരുവാഭരണ ഘോഷയാത്ര സമയത്തൊക്കെ അവിടുത്തെ മറ്റു മതസ്ഥർ സ്വീകരിക്കുന്നത്. അവർക്ക് ശബരിമലയിൽ ഏറ്റ മുറിവ് എല്ലാ മതസ്ഥരിലും അവർക്ക് വേദന ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒരു പൊളിറ്റിക്കൽ ആയുധമാക്കാനായിട്ട് BJPക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് കൊണ്ടുപോയി 2020 അടുക്കൽ വെക്കുക. അപ്പൊ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കുഴപ്പം പറ്റിയിട്ടില്ലേ? ഇപ്പൊ ഇവിടെ തന്നെ തിരുവനന്തപുരം സെൻട്രൽ കരമന ജയനെ നിർത്തിയിരിക്കുന്നു. കരമന ജയൻ പറയുന്നത് പത്മനാഭന്റെ മണ്ണാണ്, എനിക്ക് പത്മനാഭന്റെ മണ്ണ് വേണമെന്ന്. പത്മനാഭന്റെ മണ്ണ് കരമന ജയന് മാത്രം അവകാശപ്പെട്ടാണോ? എല്ലാവർക്കും CPI ഒന്നും അവകാശപ്പെട്ടിട്ടില്ലേ? CPI ഇനി അത് കുന്നംകുളക്കാരനാണെന്ന് പറഞ്ഞാൽ ഇനി CPI ഒന്നും എന്താ ഇവിടെ ദഹിക്കത്തില്ലേ? അല്ലെങ്കിൽ പിന്നെന്താ വേറൊരു കരമനയുണ്ടല്ലോ, സുധീർ കരമന. 2 കരമനയുടെ ഇടയിലാണ് സർ CP ആണോ എന്ന സംശയമുണ്ട് CP നിൽക്കുന്നത്. ഇത് ഇവിടെയും ശരിക്കും പറഞ്ഞാൽ ഒരു പിടിപ്പുകേട് സംഭവിച്ചിട്ടുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ BJPയുടെ തിരുവനന്തപുരം ഇടത്തെ ജില്ലാ പ്രസിഡന്റാണ് ഈ കരമന ജയൻ. ആ ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് വേറൊരാളെ അവിടെ നിർത്തി ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഇവരൊക്കെ നോക്കേണ്ടത്. അതിപ്പോ എല്ലാവരും അങ്ങനെ നോക്കണം. ഇപ്പൊ CPMന്റെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മത്സരിക്കുന്നില്ല, കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുകയല്ലേ. ഇതുപോലെ തന്നെ ആയിരിക്കണം KPCCയുടെയും സണ്ണി ജോസഫും ആ സ്ഥാനത്തിരുന്നുകൊണ്ട്. കൂട്ടത്തിൽ പറയുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരൻ പാടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അമരക്കാരായി നിന്നുകൊണ്ട് വേറെ സ്ഥാനാർത്ഥികൾ ഇല്ലേ? അല്ലെന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ അവിടുന്ന് ആ സമയത്ത് മാറിക്കൊടുക്കണം. CPM അക്കാര്യത്തിലൊക്കെ ചില സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകാറുണ്ട്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു പലതരത്തിൽ ഇവർക്കൊരു തിരിച്ചടി ഇവർക്ക് കിട്ടുമ്പോൾ അവർ മനസ്സിലാക്കും. അപ്പൊ ഇന്ന മണ്ണ് ഇന്നാർക്കാണ് അങ്ങനെയൊന്നുമില്ല. എന്താ കൃഷ്ണകുമാർജി മത്സരിച്ചു കഴിഞ്ഞാൽ കരമനയേക്കാൾ കൂടുതൽ വോട്ട് വാങ്ങിക്കൂ എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അപ്പൊ കൃഷ്ണകുമാറിനെ ആരാണ് എന്തിനാണ് അല്ല അതിന്റെ മറ്റൊരു സാധ്യതയും ഇപ്പൊ സുധീർ കരമന ഒരു സെലിബ്രിറ്റിയാണ് മത്സരിക്കുന്നത്. കൃഷ്ണകുമാർ വന്നാൽ കുറച്ചുകൂടി വാർത്താ പ്രാധാന്യം ഏറുകയാണ്. എനിക്ക് തോന്നുന്നു സുധീർ കരമനേക്കാളും കൂടുതലായിട്ട് കൃഷ്ണകുമാർജിക്കാണ് കൂടുതൽ പോപ്പുലാരിറ്റി. നമ്മൾ സിനിമാ നടന്മാരെന്നുള്ള രീതിയിലുള്ള മത്സരം എടുക്കുന്നില്ല. രണ്ടുപേർക്കും 2 തരത്തിലുള്ള അഭിനയ രീതിയുണ്ട്. കരമന ജനാർദ്ദനൻ നായരുടെ മകനാണ് സുധീർ കരമന. ഈ 2 കരമനയുടെ ഇടയിൽ കിടന്നാണ് CP ജോൺ. അവിടെ എൻ്റെ അഭിപ്രായത്തിൽ CP ജോൺ തന്നെ കയറി വരും. അതാണ് വേണ്ടത്. CP വന്ന ഈ UDF വന്നാൽ CP ജയിച്ചു വരികയാണെങ്കിൽ CP ഒരു മന്ത്രി കൂടിയാണ്. ധനവകുപ്പ് ചിലപ്പോൾ കിട്ടി. അതെ, CP കഴിവുള്ള ആള് തന്നെയാണ്. ഒന്നാന്തര കഴിവുള്ള ആളാണ്. MV രാഘവന്റെ കൂടി പോകുന്നതാണ്. അപ്പൊ എന്തായാലും ഇത്രയും അങ്ങനെ ഈ BJPക്കകത്ത് ഈ ഒരു ഒതുക്കലും ചതിയുടെ ആവശ്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.